പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേർ ചോദിക്കുന്നു ഈ VU മീറ്ററുള്ള ആംപ്ലിഫയർ, റെഡിമെയ്ഡ് ആംപ്ലിഫയർ എവിടെയും കിട്ടാനുണ്ടോ? അപ്പോൾ കോഴിക്കോട് മഹാരാജ്യത്ത് ആ സംഭവം കിട്ടാനില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആരെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ അത് റെഡി ആയിട്ട് വാങ്ങാൻ കിട്ടാനില്ല. നല്ല ടൈപ്പുള്ള VU മീറ്ററുള്ള ഒരു ആംപ്ലിഫയർ. അപ്പോൾ അത് ഏതോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ വില കൂടിയതോ കുറഞ്ഞതോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരാൾക്കൊരു VU മീറ്ററുള്ള ടൈപ്പ് ആംപ്ലിഫയർ വേണമെന്ന് തോന്നിയാൽ അത് പെട്ടെന്ന് ചെന്നാൽ കിട്ടില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ ഈ VU മീറ്ററുള്ള ആമ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ആമ്പിൻ്റെ പാനൽ അപ്ഡേറ്റ് ചെയ്തിട്ട് VU മീറ്റർ ആഡ് ചെയ്യുക. അങ്ങനെ രണ്ട് ഓപ്ഷനുള്ളത്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോൾ റെഡിമെയ്ഡ് ഉണ്ടാക്കുകയാണെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ഇതുപോലൊരു VU മീറ്റർ വേണം. അപ്പോൾ VU മീറ്റർ ഇത് G-Techൻ്റെ ഒരു VU മീറ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ അറിയാത്ത ചോദിക്കുന്ന ആളുകൾക്ക് ഉപകാരമാവട്ടെ. G-Techൻ്റെ VU മീറ്റർ അത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള പാക്കോട് കൂടി അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമുക്കിത് ഒന്ന് അയച്ച് ചെക്ക് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആംപ്ലിഫയറിൽ ഫിറ്റ് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ രണ്ട് ഡിസ്പ്ലേ പാനൽ, LED-യുടെ പാനലും അതിൻ്റെ വയറും അതിൻ്റെ ഒരു ബോർഡ്, കൺട്രോൾ ബോർഡും ഇതുപോലൊരു കണക്ടറും കിട്ടും. അപ്പോൾ ഏതൊരാൾക്കും ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ളത്. അത്രയും സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻ. അതിപ്പോൾ ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ അത്രയും സിമ്പിളാണ്, നമുക്കിത് മനസ്സിലാക്കാൻ അത്രയും സിമ്പിളാണ്. അപ്പോൾ ഈ വയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു റെഡും ഒരു ബ്ലാക്കും പിന്നെ 3 ലൈനുള്ളത് നമ്മുടെ സിഗ്നലുമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പിന്നെ പറഞ്ഞാൽ ഈ ബോർഡ് ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു മോഡ് ബട്ടൺ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ഏത് തരത്തിലുള്ള പാറ്റേണിൽ LED പ്ലേ ആവണം എന്നുള്ളതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഈ മോഡ് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നിൽക്കുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 2-3 സംശയം വരും. അതായത് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യണോ, അത് മറിച്ച് കണക്ട് ചെയ്യണോ, ഇനി അതേപോലെ തന്നെ ഈ പാനൽ നോക്കുക. ഇതിൻ്റെ LED പാനൽ ഇതിപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള സംശയം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഔട്ടറിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ അധികം നിൽക്കും. അതല്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ കറക്റ്റ്, എങ്ങനെയാണെന്നുള്ള ആ ഒരു സംശയം. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനും അതിനുള്ളൊരു എളുപ്പവഴിയും ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഇവിടെ ഈ വൈറ്റ് മാർക്ക് ഒരു ബോക്സ് എന്ന് പറയാം, ആ ബോക്സ് കാണുന്നുണ്ടല്ലോ, ആ വൈറ്റ് മാർക്കിലേക്ക് കറക്റ്റായിട്ട് ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ കറക്റ്റ് ആ ബോർഡിൻ്റെ സെയിം ആ ഒരു ഡയമെൻഷനിൽ ഇത് നിൽക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഫിറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് കണക്ട് ചെയ്യുക, ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. തിരിച്ച് വെച്ച് കഴിഞ്ഞ് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അയച്ചെടുക്കുന്നത് ഹെവി ടാസ്ക് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം. അപ്പോൾ ഇത് നമ്മളിവിടെ വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. നമ്മൾ അതായത് ഈ ബോക്സിലേക്ക് ഈ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഈ LED ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് നമ്മളെ പാനലിൻ്റെ ഭാഗത്തേക്ക് ഇത് കാണുന്ന രൂപത്തിൽ നമ്മളിത് ഫിക്സ് ചെയ്യും. സ്ക്രൂ ചെയ്യാം, ഒട്ടിക്കാം, ഗ്ലൂ ചെയ്യാം, എങ്ങനെയാണോ നിങ്ങൾക്ക് അവിടെ സൗകര്യം കിട്ടുന്നത് അതുപോലെ ചെയ്യാം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കണക്ടർ ഈമ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, നമ്മളിത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ, പാനലിലേക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ ഈ വയർ ക്ലിപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഈ ഭാഗമായതുകൊണ്ട് നമ്മൾ ഈ ബോക്സ് ഇവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ബോക്സിനകത്ത് ഇങ്ങനെ ഒരു ബാക്കി കള്ളി ഭാഗം ഇവിടെ ഒഴിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച് വെച്ച് നോക്കുക. അപ്പോൾ ആ വൈറ്റ് ബോക്സ് ആ മാർക്കിങ് കറക്റ്റ് ഫില്ലായി. ഈ കണക്ടർ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ, +12 GND. അപ്പോൾ നമുക്ക് ഇവിടെ റെഡും ബ്ലാക്കും നമ്മളെ കണക്ടർ പവർ സപ്ലൈ ആയി, മറ്റേത് സിഗ്നലായി. അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യത്തിൽ കിട്ടും. ഈ LED എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള LED ആണ്. ഈ ഒരു LED കത്തുമ്പോൾ അപ്പുറത്തേക്ക് അത് ബാധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു LED കത്തുമ്പോൾ രണ്ടാമത്തെ LED ഈ ലൈറ്റ് കൊണ്ട് കത്തിയതായിട്ട് തോന്നും. അതിൻ്റെ ലൈറ്റ് കൊണ്ട് ബാധിക്കും, അതായത് ഇങ്ങോട്ട് എഫക്റ്റ് ചെയ്തിട്ട് ഇതും കുറച്ചീച്ച പ്രകാശിക്കും. ഈ ടൈപ്പ് LED VU മീറ്റർക്ക് അത് കണ്ടിട്ടില്ല, നല്ല ടൈപ്പ് ഒരു VU മീറ്ററാണ്. പിന്നെ ഗ്രീനും റെഡും ആണ് സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതും അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് ഒന്ന് സോൾഡർ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ച് പ്ലേ ചെയ്യാം. എന്നിട്ട് ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ആ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സോൾഡർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മളെ വലിയ സോൾഡറിങ് ആണെക്കാട്ടും നമുക്ക് ആ മൈക്രോ ടിപ്പ് സോൾഡറിങ് ഉണ്ടെങ്കിൽ ഇത് സോൾഡർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും, വളരെ കറക്റ്റായി കിട്ടും, വൃത്തിയിടില്ലാതെ നല്ല ക്ലിയറായി ധൈര്യത്തോട് ചെയ്യാം. മറ്റേത് റിസ്ക് കൂടുതലാണ് വലിയ സോൾഡറിങ് 25 വാട്ട്സ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് ഈ ലീഡ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് സോൾഡർ ചെയ്തത്. കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഇത് മാറ്റണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലാച്ചാൽ ഈ ലീഡ് കട്ട് ചെയ്തിട്ട് പിന്നെ സോൾഡർ ചെയ്ത് അയക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ ഈ ടൈപ്പിൽ കുറച്ച് ഹൈറ്റിൽ വെച്ച് സോൾഡർ ചെയ്ത്. അപ്പോൾ ഇനി നമ്മളിത് കണക്ട് നമ്മളെ സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മളിത് ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ഇതുപോലൊരു സ്റ്റിക്കർ ഉണ്ട്. ഇത് പൊളിച്ച് കളഞ്ഞാൽ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഈ ആമ്പിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ 2 ഗ്രീൻ LED എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് ഗ്രീൻ ആൻഡ് റെഡ് ആയിരിക്കാം ഈ പാറ്റേൺ വരുന്നത്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്താൽ ഇപ്പോൾ മനസ്സിലാവും. സൗണ്ട് കൊടുത്തു നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു പാറ്റേൺ അപ്പോൾ കാണുന്നത്. നമ്മൾ പാറ്റേൺസ് ഒന്ന് മാറ്റി നോക്കിയാൽ എന്തൊക്കെ ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ഉണ്ടോ നോക്കണം. ഇതൊരു പാറ്റേൺ ആണ്. ഇതുണ്ടോ സെൻറ്ററിൽ നിന്ന് വരുന്നത്. വാവ്, ഇത് മറ്റൊരു പാറ്റേൺ. ഇതാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഈ പ്ലേ ചെയ്യുന്ന രണ്ടും കൂടി ഇങ്ങനെ പ്ലേ ആവുന്നത്. അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് ഇതിനകത്തുള്ള മോഡ്സും. ഇതാണ് ഇതിൻ്റെ പാറ്റേണും. ഇതിൽ ബ്ലൂ, മറ്റ് കളർ വേരിയേഷനിലുള്ള മറ്റ് ബ്രാൻഡുകളുടെ സാധനങ്ങളും കിട്ടാനുണ്ട്. ഈ G-Techൻ്റെയും കിട്ടാനുണ്ട്. അപ്പോൾ ഇത് ഇനി ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ പാനൽ കറക്റ്റ് നമുക്ക് ഇതിന് വേണ്ടി ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ ഇതിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നൊരു പാനലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിന് വേണ്ടി ചെയ്തതാണ്. ഇവിടെ ലേശം ഗമ്മ് കണ്ട് ഇന്ന് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് ഇവിടെ ഇട്ടത് കണ്ടോ, ഈ സ്പേസിലാണ് നമുക്ക് ഇപ്പോൾ ഈ വ്യൂ മീറ്റർ കൊള്ളിക്കാറുള്ളത്. ഇത് ബ്ലൂടൂത്ത്, ഇത് വ്യൂ മീറ്ററിൻ്റെ സ്പേസ്. അപ്പോൾ നമ്മളിതിവിടെ വെച്ച് നോക്കണമെങ്കിൽ നമുക്കിവിടെ ഈ വയർ എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എടുക്കണം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പവർ ആംപ്ലിഫയറിലേക്ക് കയറുന്ന ഭാഗം, അതായത് മെയിൻ വോളിയം കൺട്രോളിൽ നിന്ന് നേരെ നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിലേക്ക് വരുന്ന ആ സെക്ഷനിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് കണക്ഷൻ എടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ സ്പീക്കറിൽ നിന്ന് കണക്ഷൻ എടുക്കാം, അതായത് സ്പീക്കർ ലൈനിൽ നിന്ന് ഇതിൻ്റെ ഇൻപുട്ട് എടുക്കാം. നമുക്ക് അതല്ല, നമുക്ക് ഫുൾ ടൈം വോളിയം കുറച്ച് വെക്കാനാണെങ്കിൽ വോളിയം കുറച്ച് വെക്കുമ്പോഴും ഈ വ്യൂ പ്ലേ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടിൽ, അതായത് ഇതിൻ്റെ ഫുൾ കൺട്രോൾ സെക്ഷൻ്റെ ഔട്ട്പുട്ടിൽ അത് വോളിയം കൺട്രോളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ വോളിയം കൺട്രോളിലേക്ക് കയറുന്ന ആ പോയിന്റിൽ നിന്ന് നമുക്കിത് ഇതിലേക്ക് കണക്ഷൻ കൊടുത്താൽ ഇത് വോളിയം കുറഞ്ഞ് വെച്ചാലും ഇത് വ്യൂ മീറ്റർ ആ സിഗ്നൽ അനുസരിച്ച് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതും വേറൊരു ഇൻട്രസ്റ്റിംഗ് മൂഡാണ്. ഇത് പ്ലേ ആവുന്നതനുസരിച്ചിട്ട് ഇത് പ്ലേ ആവുന്നത്, അതായത് സൗണ്ടിനനുസരിച്ച് ഇത് പ്ലേ ആവുന്നതും മറ്റൊരു മൂഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ പ്ലേ വോളിയത്തിനനുസരിച്ചുള്ള ലെവലിന് ഇത് സെറ്റ് ചെയ്തിട്ട് വയർ ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്യാം. നമുക്കിത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്നുള്ളത് നമുക്ക് ഇത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വ്യൂ മീറ്റർ ഇവിടെ പാനലിനകത്ത് ഫിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇനി നമ്മൾ പ്ലേ ആക്കിയാൽ നമുക്ക് യഥാർത്ഥ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ പ്ലേ ആക്കി നോക്കട്ടെ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സീന് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ കാണിച്ച G-Tech മീറ്റർ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കോൺടാക്ട് ചെയ്താൽ ആ വ്യൂ മീറ്ററിന് ഇവിടെ G-Techൻ്റെ വ്യൂ മീറ്റർ ഉണ്ട്. അപ്പോൾ വില എന്ന് പറയുന്നത് ശരിക്കും ഒരു 500-ൻ്റെയും 650-ൻ്റെയും ഇടയിലുള്ള ഒരു റേഞ്ചിലാണ് സാധനം കിട്ടുക. ഇവിടുത്തെ വില ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വലിയൊരു ഡിഫറൻസ് പറഞ്ഞത്. അപ്പോൾ ഇത് നാട്ടിലെവിടെയും വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണെന്ന് എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് നേരിട്ട് ഇവിടുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റില്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് സാധനം അവിടെ കൊറിയർ അയച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.